Hi friends, Exam Selective Street ചാനലിലേക്ക് സ്വാഗതം. ലാബ് അസിസ്റ്റന്റ് എക്സാം മോക്ക് ടെസ്റ്റ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്നത്തെ മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ സിലബസ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മോക്ക് ടെസ്റ്റ്, ലാബ് അസിസ്റ്റന്റ് സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റ് പാർട്ട് 1. ഇന്നത്തെ ടോപ്പിക് MLT പോർഷൻസ് ആണ്. MLT ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. MLT ടോപ്പിക്കിലെ മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3 MCQs ആണ് നോക്കുന്നത്. ലാബ് അസിസ്റ്റന്റ് സിലബസ് വന്നിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഞങ്ങൾക്കുള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 20 MCQs. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് അനുസരിച്ചായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നത്. ആദ്യത്തെ ചോദ്യം, BSP ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഓപ്ഷൻസ്. ഓപ്ഷൻ A, excretory function of liver. ഓപ്ഷൻ B, synthetic function of liver. ഓപ്ഷൻ C, detoxifying function of liver. ഓപ്ഷൻ D, none of these. BSP test is used to detect. ഇത്ര അറിയാവുന്നവർ എഴുതുക. ആൻസർ, excretory function of liver. BSP test is used to detect excretory function of liver. BSP test is used to detect excretory function of liver. ലിവറിന്റെ excretory function ഡിറ്റക്ട് ചെയ്യാനാണ് BSP ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. Then what is BSP? എന്താണ് BSP എന്ന് നോക്കാം. ബ്രോമോസൾഫാതാലിൻ. ബ്രോമോസൾഫാതാലിൻ is a dye used in liver function test. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന ഒരു ഡൈ ആണ് ബ്രോമോസൾഫാതാലിൻ. അടുത്ത ചോദ്യം, in acute pancreatitis, which enzyme is found to be increased? Options: option A, LDH. Option B, AST. Option C, ALT. Option D, amylase. In acute pancreatitis, which enzyme is found to be increased? Acute pancreatitis സമയത്ത് ഏത് എൻസൈം ആണ് ഇൻക്രീസ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് എൻസൈമിന്റെ അളവാണ് കൂടുന്നത്? ആൻസർ, അമൈലേസ്. അക്യൂട്ട് പാൻക്രിയാറ്റിസ് സമയത്ത് അമൈലേസിന്റെ അളവാണ് കൂടുന്നത്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. During pancreatitis, the activity of serum amylase and lipase is elevated 3 times above the reference range. അപ്പോൾ രണ്ട് എൻസൈം ഉണ്ട്, സെറം അമൈലേസും ലിപ്പേസും. ഇപ്പൊ അമൈലേസിന് വരും ഓപ്ഷനിൽ ലിപ്പേസ് ആണെങ്കിൽ ലിപ്പേസ് ആയിരിക്കും ആൻസർ. During pancreatitis, the activity of serum amylase and lipase is elevated 3 times above the reference range. പാൻക്രിയാറ്റിസ് കണ്ടീഷനിൽ സെറം അമൈലേസിന്റെയും ലിപ്പേസിന്റെയും അളവാണ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ രണ്ട് എൻസൈം പഠിക്കാനുണ്ട്, സെറം അമൈലേസും ലിപ്പേസും. ഡ്യൂറിംഗ് പാൻക്രിയാറ്റിസ്, ദ ആക്ടിവിറ്റി ഓഫ് സെറം അമൈലേസ് ആൻഡ് ലിപ്പേസ് ഇസ് എലിവേറ്റഡ് 3 times above the reference range. പാൻക്രിയാറ്റിസ് കണ്ടീഷനിൽ സെറം അമൈലേസിന്റെയും ലിപ്പേസിന്റെയും അളവ് നോർമൽ ലെവലിനേക്കാളും 3 മടങ്ങ് കൂടുതലായി കാണപ്പെടുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് റിലയബിൾ ആൻഡ് സെൻസിറ്റീവ് മാർക്കർ ഫോർ ആൽക്കഹോളിക് ലിവർ ഡിസീസ്. Options: option A, ALT. Option B, ALP. Option C, AST. Option D, GGT. The most reliable and sensitive marker for alcoholic liver disease. Answer, GGT. The most reliable and sensitive marker for alcoholic liver disease, GGT. GGT യുടെ ഫുൾ ഫോം നോക്കാം. ഗാമ ഗ്ലൂട്ടമൈൽ ട്രാൻസ്ഫറേസ്. GGT, ഗാമ ഗ്ലൂട്ടമൈൽ ട്രാൻസ്ഫറേസ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന എൻസൈംസിന്റെ ക്ലാസ് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യം, ദ പിഗ്മെന്റ് ഫോം ഫ്രം ദ ഹീമോഗ്ലോബിൻ ഡീഗ്രഡേഷൻ ഇൻ ലിവർ സെൽസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബിലിറൂബിൻ. ഓപ്ഷൻ ബി അയൺ. ഓപ്ഷൻ സി യൂറോബിലിനോജൻ. ഓപ്ഷൻ ഡി മയോഗ്ലോബിൻ. ദ പിഗ്മെന്റ് ഫോം ഫ്രം ദ ഹീമോഗ്ലോബിൻ ഡീഗ്രഡേഷൻ ഇൻ ലിവർ സെൽസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. Answer, bilirubin. The pigment formed from the hemoglobin degradation in liver cells of human beings is bilirubin. ഹീമോഗ്ലോബിൻ ഡീഗ്രഡേഷൻ സമയത്ത് ഫോം ചെയ്യുന്ന പിഗ്മെന്റിന്റെ പേരെന്താണെന്നായിരുന്നു ചോദ്യം. ഹീമോഗ്ലോബിൻ ഡീഗ്രഡേഷൻ സമയത്ത് ഫോം ചെയ്യുന്ന പിഗ്മെന്റ് ആണ് ബിലിറൂബിൻ. പിഗ്മെന്റിന് എന്തായാലും ഒരു കളർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരെയാണ്. ബിലിറൂബിന്റെ കളർ അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം. Options: option A, urea. Option B, uric acid. Option C, bilirubin. Option D, creatinine. Then product of nucleic acid metabolism. Answer, uric acid. Then product of nucleic acid metabolism, uric acid.
അടുത്ത ചോദ്യം appearance of M band in the electrophoresis of plasma proteins is an indicator of options. Option A leukemia, option B lymphoma, option C polycythemia, option D multiple myeloma. Appearance of M band in the electrophoresis of plasma proteins is an indicator of multiple myeloma. Appearance of M band in the electrophoresis of plasma proteins is an indicator of multiple myeloma. അടുത്ത ചോദ്യം T lymphocytes provide which type of immunity to our body? Options. Option A cell mediated immunity, option B antibody mediated immunity, option C humoral immunity, option D natural immunity. T lymphocytes provide which type of immunity to our body? Answer cell mediated immunity. T lymphocytes provide cell mediated immunity to our body. അടുത്ത ചോദ്യം which urinary crystal has coffin lid shaped appearance? Options. Option A calcium oxalate, option B calcium carbonate, option C triple phosphate, option D amorphous phosphate. Which urinary crystal has coffin lid shaped appearance? Answer triple phosphate. The urinary crystal triple phosphate has coffin lid shaped appearance. Urinary crystals ന്റെ ഷേപ്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം ദ മേജർ കമ്പണന്റ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഈസ്. ഓപ്ഷൻസ്. ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി കാർബോണിക് ആസിഡ്, ഓപ്ഷൻ ഡി ഫോസ്ഫോറിക് ആസിഡ്. ദ മേജർ കമ്പണന്റ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഈസ്. ആൻസർ hydrochloric acid. The major component of gastric juice is hydrochloric acid. Hydrochloric acid HCl. അടുത്ത ചോദ്യം the most abundant immunoglobulin is. Most abundant immunoglobulin or antibody. Immunoglobulin എന്ന് പറഞ്ഞാൽ antibody ആണ്. The most abundant immunoglobulin is. Options. Option A IgA, option B IgE, option C IgG, option D IgM. The most abundant immunoglobulin is. Answer IgG. IgG is the most abundant immunoglobulin. അടുത്ത ചോദ്യം 1 mm thickness of Buffy coat approximately equal to total leukocyte count of about. Options. Option A 1000, option B 5000, option C 10,000, option D 12,000. 1 mm thickness of Buffy coat approximately equal to total leukocyte count of about. Answer 10,000. 1 mm thickness of Buffy coat approximately equal to total leukocyte count of about 10,000. Question leukocyte എന്നൊരു ടേം കണ്ടു. Leukocyte is white blood cell. White blood cells അല്ലെങ്കിൽ WBC ആണ് leukocyte എന്നറിയപ്പെടുന്നത്. White blood cell വരുന്നതാണ്. ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇതിൽ RBC റെഡ് ബ്ലഡ് സെൽ, WBC വൈറ്റ് ബ്ലഡ് സെൽ, RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിനെ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു, WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലിനെ ല്യൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം ഡൈപൊട്ടാസ്യം സോൾട്ട് ഓഫ് EDTA is recommended in CBC because it is. Options. Option A more water soluble, option B more water solvent, option C less water soluble, option D less water solvent. Dipotassium salt of EDTA is recommended in CBC because it is more water soluble. Dipotassium salt of EDTA is recommended in CBC because it is more water soluble. Question EDTA എന്നൊരു ടേം കണ്ടു. EDTA full form ethylene diamine tetraacetic acid. EDTA ethylene diamine tetraacetic acid. നെക്സ്റ്റ് കണ്ട ടേം ആണ് CBC. എന്താണ് CBCയുടെ ഫുൾ ഫോം? Complete blood count. Complete blood count. CBC identifies and counts red blood cells, white blood cells and platelets. EDTA ethylene diamine tetraacetic acid. CBC complete blood count. CBC complete blood count identifies and counts red blood cells, white blood cells and platelets. അടുത്ത ചോദ്യം in which condition increased urobilinogen is found? Options. Option A hemolytic anemia, option B pernicious anemia, option C malaria, option D all the above. In which condition increased urobilinogen is found? യൂറോബിലിനോജന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്ന കണ്ടീഷൻ എന്നാണ് ചോദ്യം. ആൻസർ ഓൾ ദി അബോവ്. തന്നിരിക്കുന്ന 3 കണ്ടീഷനിലും യൂറോബിലിനോജന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്നു. ഇൻക്രീസ്ഡ് യൂറോബിലിനോജൻ ഈസ് ഫൗണ്ട് ഇൻ ഹീമോലൈറ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ ആൻഡ് മലേറിയ. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. Urobilinogen produced in the intestine from the metabolism of bilirubin by the bacterial enzyme bilirubin reductase.
Next point, too much urobilinogen in urine may be a sign of a liver disease such as hepatitis or cirrhosis or certain types of anemia. അടുത്ത ചോദ്യം, inclusion bodies seen in RBCs of patients with G6PD deficiency. Options: option A, Schaffner's granule, option B, Haynes bodies, option C, Howell-Jolly bodies, option D, Pappenheimer bodies. G6PD deficiency ഉള്ള പേഷ്യൻസിന്റെ RBCയിൽ കാണപ്പെടുന്ന inclusion bodies ഏതാണെന്നാണ് ചോദ്യം. Inclusion bodies seen in RBCs of patients with G6PD deficiency. Haynes bodies. Inclusion bodies seen in RBCs of patients with G6PD deficiency. Haynes bodies. Extra points നോക്കാം. എന്താണ് Haynes body? Haynes bodies are denatured hemoglobin. Denaturation സംഭവിച്ച ഹീമോഗ്ലോബിൻ, അതായത് ഡീഗ്രേഡ് ആയിട്ട് ഹീമോഗ്ലോബിനെയാണ് Haynes bodies എന്ന് പറയുന്നത്. Inclusion in erythrocytes representing oxidized hemoglobin that has denatured and precipitated is known as Haynes bodies. ഇവിടെ ടേം കണ്ടു erythrocytes. എന്താണ് erythrocytes? Erythrocytes എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് തന്നെയാണ്, RBC തന്നെയാണ് erythrocytes. പിന്നെ നമ്മൾ ടേം കണ്ടു G6PD deficiency. എന്താണ് G6PD എന്ന് നോക്കാം. G6PD, glucose 6-phosphate dehydrogenase deficiency, genetic disorder that affect red blood cells. G6PD എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്, ഗ്ലൂക്കോസ് 6-phosphate dehydrogenase. ഈ എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഈ ഡെഫിഷ്യൻസി റെഡ് ബ്ലഡ് സെൽസിനെ അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻ ഡയറക്റ്റ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് ദ റിയാക്ടിവിറ്റി ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് ടൈപ്പിംഗ് ആന്റിബോഡീസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ബൊവൈൻ സെറം ഗ്ലോബുലിൻ, ഓപ്ഷൻ ബി, ബൊവൈൻ സെറം ആൽബുമിൻ, ഓപ്ഷൻ സി, ബൊവൈൻ സെറം സെറോപ്ലാസ്മിൻ, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി above. In direct agglutination test, which of the following is used to enhance the reactivity of blood grouping and typing antibodies? Answer: bovine serum albumin. In direct agglutination test, bovine serum albumin is used to enhance the reactivity of blood grouping and typing antibodies. അടുത്ത ചോദ്യം, monoclonal antibodies to blood groups are derived from. Options: option A, hybridoma cell lines, option B, antibioma cell lines, option C, sarcoma cell lines, option D, plasmacytoma cell lines. Monoclonal antibodies to blood groups are derived from. Answer: hybridoma cell lines. Monoclonal antibodies to blood groups are derived from hybridoma cell lines. അടുത്ത ചോദ്യം, name the subgroup of B blood group. Options: option A, B1 type and B2 type, option B, BX type and BM type, option C, both A and B, option D, none of the above. Name the subgroup of B group blood. Answer: BX type and BM type. Subgroup of B group blood, BX type and BM type. Extra point നോക്കാം. Subgroup of B group blood, B3, BX, BM and BEL. അടുത്ത ചോദ്യം, which of the serological tests not performed on blood after collection from donor for blood transfusion? Options: option A, HIV test, option B, hepatitis B virus test, option C, test for syphilis, option D, test for typhoid. Which of the serological tests not performed on blood after collection from donor for blood transfusion? Answer: test for typhoid. The serological test not performed on blood after collection from donor for blood transfusion is test for typhoid. ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് സെറോളജിക്കൽ ടെസ്റ്റ് നോട്ട് പെർഫോംഡ് ഓൺ ബ്ലഡ് ആഫ്റ്റർ കളക്ഷൻ ഫ്രം ഡോണർ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് ഡോണറിന് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തും. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ടെസ്റ്റാണ് നടത്താത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുമ്പോൾ ഈ നോട്ട് പെർഫോംഡിന് പകരം പെർഫോംഡ് എന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് തെറ്റും. കാരണം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ HIV ടെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചാടിക്കയറി മാർക്ക് ചെയ്യും, നിങ്ങളുടെ മാർക്ക് അവിടെ പോകും. ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് നോട്ട് പെർഫോംഡ് എന്നാണ്. ഞാൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം എന്ന് പറയുന്നത്. നോട്ട് പെർഫോംഡ് വായിക്കാതെ പെർഫോംഡ് എന്ന് വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റും. HIV ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് ഫോർ സിഫിലിസ്, ഈ 3 ടെസ്റ്റുകളും ടെസ്റ്റ് ചെയ്യുന്നതാണ്. ടെസ്റ്റ് ഫോർ ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യുന്നതല്ല. അടുത്ത ചോദ്യം, മോസ്റ്റ് കോമൺലി യൂസ്ഡ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ആബ്സല്യൂട്ട് ആൽക്കഹോൾ, ഓപ്ഷൻ ബി, 95% ഈഥൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ സി, മെത്തനോൾ, ഓപ്ഷൻ ഡി, ഫോർമാലിൻ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്. Answer: 95% ethyl alcohol. Most commonly used cytological fixative, 95% ethyl alcohol. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പല ചോദ്യപേപ്പറുകൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, Pearl's Prussian blue reaction is done for demonstration of.
Options: Option A, reticulin. Option B, hemosiderin. Option C, connective tissue. Option D, glycogen. Pearl's Prussian blue reaction is done for demonstration of. Answer: hemosiderin. Pearl's Prussian blue reaction is done for demonstration of hemosiderin. Extra points നോക്കാം. Hemosiderin is a form of storage iron derived chiefly from the breakdown of erythrocyte. ഇത്രയാണ് എന്താ ചോദ്യങ്ങൾ ആർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഞങ്ങളുടെ പോസിറ്റീവ് ഇൻസ്പിറേഷൻ. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos.